Dear students, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. The differential equation of the form m dx plus n dy equal to 0. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു? dou m by dou y equal to dou n by dou x ആവണമായിരുന്നു. dou m by dou y equal to dou n by dou x ആണെങ്കിൽ നമ്മൾ പറയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണെന്ന് പറയും. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നാണെങ്കിലും അത് എക്സാക്റ്റ് അല്ല എങ്കിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറ്റിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സെക്ഷനിൽ. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് അല്ല എങ്കിൽ അതിനെ എക്സാക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 4 കണ്ടീഷനുണ്ട്. അതിലൊരു കണ്ടീഷനാണ് ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് x square minus 3xy plus 2y square dx plus 3x square minus 2xy plus dy equal to 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് ഉണ്ട്, അതുകൊണ്ട് ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് അറിയാം. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമ്മൾ തിരിച്ചറിയുക ക്വസ്റ്റ്യൻ കണ്ടിട്ട്. അതായത് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ആദ്യം എക്സാക്റ്റ് ആണോ എന്ന് നോക്കണം. എക്സാക്റ്റ് ആവണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? dou m by dou y ഈക്വൽ ടു dou n by dou x സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം എഴുതാം, ദിസ് ഈസ് ഓഫ് ദി ഫോം എം ഡി എക്സ് പ്ലസ് ദിസ് ഈസ് ഓഫ് ദി ഫോം എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ഹിയർ m equal to x square minus 3xy plus 2y square and n equal to 3x square minus 2xy. So n value എന്താണ് എഴുതി, then we can find dou m by dou y. dou m by dou y equal to dou m by dou y എന്ന് പറയുന്നത് the partial derivative of m with respect to y. the partial derivative of m with respect to y ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. കീപ്പിംഗ് x as a constant. x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് x കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ x സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ഈ മൈനസ് എഴുതിയത് 3xy derivative of the partial derivative of 3xy with respect to y. 3 constant ആണ്, x constant ആണ്, then derivative of y with respect to y, that is 1, that is minus 3x into 1, that is minus 3x plus 2y square ആണ് കിട്ടുന്നത്. that is derivative of partial derivative of 2y square with respect to y. 2 constant ആണ്, 2 into the partial derivative of y square with respect to y. 2 into y square derivative with respect to y എന്ന് പറയുന്നത് 2y. this 2 into 2y, 2 into 2y is 4y. this is equal to minus 3x plus 4y. therefore we get dou m by dou y equal to minus 3x plus 4y. then dou n by dou x കണ്ടുപിടിക്കുക. dou n by dou x, y n by dou x എന്ന് പറയുന്നത്
the partial derivative of n with respect to x, keeping y as a constant. Y constant ആയിട്ട് keep ചെയ്യണം. 3x square derivative with respect to x എന്ന് പറയുന്നത് 3 into 2x. 3 into 2x is 6x minus 2xy derivative with respect to x. The partial derivative of 2xy with respect to x. Who is a constant? And y is a constant. Derivative of x with respect to x is 1. Derivative of x with respect to x is 1. Therefore 2 into 2y into 1 is 2y. Dou n by dou x equal to 6x minus 2y. Here dou n by dou y equal to minus 3x plus 4y, and dou n by dou x equal to 6x minus 2y. Therefore dou n by dou y, which is not equal to dou n by dou x. Therefore the differential equation is not exact. Differential equation exact differential equation അല്ല എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ differential equation exact അല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് x and y വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് differential equation exact ആക്കി മാറ്റുക. exact ആക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം അത് സോൾവ് ചെയ്യാം. അപ്പോൾ ആ ഫംഗ്ഷൻ ഓഫ് x and y ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആയി മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് ഫംഗ്ഷൻ ഓഫ് വൈ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ആ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈ ഇൻസ്പെക്ഷൻ വെച്ചിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും അത് ഒരു നമ്മളുടെ ഊഹം വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത് എക്സാക്റ്റ് ആണ് എന്ന് എഴുതാൻ പറ്റില്ല. അത് എപ്പോഴും പോസിബിൾ അല്ല. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ചിലപ്പോൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് നമ്മൾക്കതിന് നമുക്ക് അതിന് ശേഷമുള്ള ഒരു 4 മെത്തേഡ് ഉണ്ട്. ആ 4 കണ്ടീഷനിൽ ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ആ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നോക്കാം. എം എന്ന് പറയുന്നത് എം ഈസ് എക്സ് സ്ക്വയർ മൈനസ് 3xy പ്ലസ് 2y സ്ക്വയർ ആണ്. n എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 2xy ആണ്. m എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്, ഓഫ് ഡിഗ്രി 2 ആണ്. ഈ ഫംഗ്ഷന്റെ m എന്ന് പറയുന്നത് ഡിഗ്രി 2 ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡിഗ്രി 2 ആണ്, മൈനസ് 3xy എക്സിന്റെ ഡിഗ്രി എക്സിന്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഡിഗ്രി 2 വരും. ഇവിടെ y സ്ക്വയറിന്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ എല്ലാ ടേമിന്റെയും ഡിഗ്രി 2 ആയതുകൊണ്ട് m എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ആണ്. അതുപോലെ n-ഉം സെക്കൻഡ് ഡിഗ്രിയാണ്. അപ്പോൾ m-ഉം n-ഉം ഡിഗ്രി 2 ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ്. അങ്ങനെ സെയിം ഡിഗ്രി വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ m and n are homogeneous. Here m and n are homogeneous. m-ഉം n-ഉം ഹോമോജീനിയസ് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് then integrating factor equal to 1 by mx plus ny. 1 by mx plus ny, where mx plus ny not equal to 0. അപ്പോൾ mx plus ny നമ്മൾ കണ്ടുപിടിക്കണം. m into x plus n into y. This is equal to m in x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, n in y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. That is m എന്ന് പറയുന്നത്
that is 3x square minus 2xy into y. This is equal to x square into x, that is x cube, minus 3xy into x, that is minus 3x square into y plus 2y square into x, 2y square into x plus ഒരു ടേമിനെ നമ്മൾ y വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 3x square into y, that is 3x square y minus 2xy into y, that is 2xy into y is y square, 2xy square. ഇവിടെ നോക്കാം, മൈനസ് 3x square y ഉണ്ട്, ഇവിടെ പ്ലസ് 3x square y ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. മൈനസ് 3x square y യും പ്ലസ് 3x square y യും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പ്ലസ് y square പ്ലസ് 2y square x ഉണ്ട്, ഇവിടെ മൈനസ് 2xy square ഉണ്ട്, രണ്ടും സെയിം ആണ്. പ്ലസ് 2xy square മൈനസ് 2xy square ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് മാത്രമേ വരുന്നുള്ളൂ, x cube. This is equal to x cube. Therefore, integrating factor equal to integrating factor എന്ന് പറയുന്നത് 1/mx plus ny ആണ്. mx plus ny എന്ന് പറയുന്നത് x cube ആണ്. Therefore, integrating factor equal to 1/x cube. 1/x cube. ഇനി എന്ത് ചെയ്യേണ്ടത്, ഈ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന് ഇക്വേഷൻ 1 നോക്കാം. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ equation 1 by integrating factor. Integrating factor is multiply ചെയ്യുമ്പോൾ എങ്ങനെ വരും, 1/x cube into x square minus 3xy plus 2y square dx plus 1/x cube into 3x square minus 2xy dy equal to 0. ഇങ്ങനെയാണ് മാറും. x cube വെച്ച് ഡിവൈഡ് ചെയ്യുക, ഓരോ ടേമിനെയും x cube വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ x square by x cube, that is 1/x plus minus 3xy by x cube. और x cancel ചെയ്ത് പോകും. അപ്പോൾ 3y by x square plus 2y square by x cube dx plus ഇതിനെ x cube വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ x square by x cube വരുമ്പോൾ x square cancel ചെയ്ത് പോകും. ഡിനോമിനേറ്ററിൽ x വരും, 3/x മൈനസ് ഇവിടെ 2xy by x cube ചെയ്യുമ്പോൾ ഒരു x ക്യാൻസൽ ചെയ്ത് പോകും, 2y by x square dy equal to 0. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1/x cube വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇന്റഗ്രൽ m dx plus integral n dy equal to c. അപ്പോൾ ഇന്റഗ്രൽ m dx കണ്ടുപിടിക്കാൻ നേരത്തെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇന്റഗ്രേറ്റ് m with respect to x keeping y as a constant. അപ്പോൾ m നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇവിടെ m നമ്മൾ എടുക്കുന്നത് ഈ ഫംഗ്ഷൻ ആയിരിക്കണം m ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഇന്റഗ്രൽ m dx this is equal to integral 1/x minus 3y by x square minus 2y square by x cube dx keeping y as constant.
ആയിട്ട് കീപ്പ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു ഓരോ ടേമിനെയും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ 1/x ഇന്റഗ്രൽ എന്താണ്? ഇന്റഗ്രൽ 1/x. ഇന്റഗ്രൽ 1/x dx is log x. Integral 1/x dx is log x minus integral 3y by x square. 3y by x square. 3 is a constant. Here y is constant. Therefore 3y integral outside edukka. That is minus 3y into integral 1/x square dx. 1/x square ne namukku engane ezhudam? 1/x square can be written as x raised to minus 2. 1/x square is equal to x raised to minus 2. X raised to n integral endana? Integral x raised to n dx is x raised to n plus 1 divided by n plus 1. Therefore x raised to minus 2 integral എന്തായിരിക്കും? x raised to minus 2 plus 1 divided by minus 2 plus 1 minus integral 2y square by x cube. ഇവിടെ ചെയ്ത പോലെ തന്നെ 2y square ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2y square ഇവിടെ മൈനസ് അല്ല പ്ലസ് ആണ് കേട്ടോ. പ്ലസ് 2y square. ഇത് നോക്കാം, ഇത് പ്ലസ് സൈൻ ആണ്. ഇപ്പോൾ ഇവിടെ പ്ലസ് സൈൻ ആണ് കേട്ടോ. പ്ലസ് 2y square integral 1/x cube dx എന്ന് പറയുന്നത് 1/x square x raised to minus 2 എന്ന് എഴുതിയ പോലെ തന്നെ 1/x cube നെ നമുക്ക് എങ്ങനെ എഴുതാം? x raised to minus 3 എന്ന് എഴുതാം. അപ്പോൾ x raised to minus 3 യുടെ ഇന്റഗ്രൽ എന്തായിരിക്കും? x raised to minus 3 plus 1 divided by minus 3 plus 1. This is equal to log x minus ഇവിടെ denominator നോക്കി minus 2 plus 1. minus 2 plus 1 is minus 1. minus 2 plus 1 is minus 1. ഈ denominator മൈനസും ഈ മൈനസും കൂടി പ്ലസ് സൈൻ plus 3y x raised to minus 2 plus 1 is minus 1 plus 2y square into x raised to minus 3 plus 1. x raised to minus 3 plus 1 നെ എങ്ങനെ എഴുതാം? x raised to minus 2 എന്ന് എഴുതാം. x raised to minus 2 divided by minus 3 plus 1 is minus 2. That is integral m dx equal to log x plus ഇവിടെ x raised to minus 1 നെ 1/x എന്ന് എഴുതാം. അപ്പോൾ 3y by x. ഇവിടെ minus 2 ന്യൂമറേറ്ററിൽ 2 ഉണ്ട്. ഈ ടേമിൽ മാത്രമായതുകൊണ്ടാണ് ക്യാൻസലേഷൻ ചെയ്യുന്നത്. ന്യൂമറേറ്ററിൽ 2 ഉണ്ട്, ഡിനോമിനേറ്ററിൽ 2 ഉണ്ട്. ഈ രണ്ട് 2 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ പ്ലസ് സൈൻ ആണ്, ഇത് മൈനസ് സൈൻ ആണ്. പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ് വരുമ്പോൾ മൈനസ് വരും. മൈനസ് 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. y സ്ക്വയർ ബൈ ഇവിടെ x raised to minus 2 നെ 1/x square എന്ന് എഴുതാം. x raised to minus 2. ഇത് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്റഗ്രൽ m dx എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ n dy കണ്ടുപിടിക്കണം. ഇന്റഗ്രൽ n dy. ഇന്റഗ്രൽ n dy ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്റഗ്രേറ്റ് n with respect to y with those terms in n which does not involve x. Those terms in n which does not involve x. n-ൽ x ഇല്ലാത്ത ടേമിനെ വേണം with respect to y വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. n-ൽ x ഇല്ലാത്ത ടേം n എന്ന് പറയുന്നത് ഇതാണ് 3/x minus 2y/x square ആണ് n എന്ന് പറയുന്നത്. 3/x-ൽ x ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, 2y/x square-ലും x ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ n-ലുള്ള രണ്ട് ടേമിലും x ഉണ്ട്. x ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് അവിടെ 0 മാത്രമേ ഉള്ളൂ. That is integral 0 dy. Integral 0 dy is
റിക്വയർഡ് സൊല്യൂഷൻ. ഇപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഫോമിലാണെന്ന് നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കാം. ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണെങ്കിൽ അത് എക്സാക്റ്റ് ആണോ എന്ന് നോക്കാം. എക്സാക്റ്റ് അല്ല എങ്കിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ആ രീതിയിൽ സോൾവ് ചെയ്യുക. എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് ആ ഫോമിൽ തന്നെ സോൾവ് ചെയ്ത് പോകും. അപ്പോൾ എക്സാക്റ്റ് ആക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞത്. എമ്മും എന്നും ഹോമോജീനിയസ് ആണെങ്കിൽ, എമ്മും എന്നും ഹോമോജീനിയസ് ഫങ്ഷൻസ് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 1/mx പ്ലസ് എൻ വൈ ആയിരിക്കും. അത് വെച്ചിട്ട് പ്രൊവൈഡഡ് mx പ്ലസ് എൻ വൈ നോട്ട് ഈക്വൽ ടു 0, ഡിനോമിനേറ്റർ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. അതിനുശേഷം ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത് ആ മെത്തേഡിൽ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യും. ഓക്കെ, താങ്ക് യു.